ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടതും സ്നേഹിക്കേണ്ടതും അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനോടുള്ള ഇഷ്ടം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അധികം അവൻ സ്നേഹിക്കേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും മുഹമ്മദുൻ റസൂലുള്ളാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആദ്യം ഒന്നാം സ്ഥാനം അള്ളാഹുവിനും രണ്ടാം സ്ഥാനം നബിക്കുമായിരിക്കണം നമ്മുടെ ഇഷ്ടവും പ്രിയവും സ്നേഹവുമെല്ലാം ഉണ്ടായിരിക്കേണ്ടത്. അല്ല, അവർക്കൊന്നുമല്ല നമ്മുടെ ഇഷ്ടവും സ്ഥാനത്തിൻ്റെയും പട്ടികയിൽ ഒന്നും രണ്ടും സ്ഥാനം അല്ല എങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. ഒരാൾക്ക് തൻ്റെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റു എല്ലാ ആളുകളെക്കാളും ഞാൻ അവന് ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഈമാനിന് ഹലാവത്തുണ്ട്, മാധുര്യമുണ്ട്. ആ മാധുര്യം 3 കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈമാനിന്റെ ടേസ്റ്റ്, മധുരമുള്ള ടേസ്റ്റ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അയ്യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മ സിവാഹുമ. അള്ളാഹും റസൂലുമായിരിക്കണം അവന് മറ്റുള്ള എല്ലാ കാര്യത്തെക്കാളും ഏറ്റവും ഇഷ്ടം. അപ്പോൾ മാത്രമാണ് ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം ഒരാൾക്ക് പരിപൂർണമായ രൂപത്തിൽ നുകരാനും ആസ്വദിക്കുവാനും സാധിക്കുകയുള്ളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം നമ്മുടെ ദീൻ വളരെ നിർബന്ധമായി പഠിപ്പിച്ച കാര്യമാണ്. റസൂലുള്ളാഹിനെ സ്നേഹിക്കണം എന്നുള്ളത് വളരെ അനിവാര്യമാണ്. എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളിടത്താണ് പ്രശ്നങ്ങൾ കിടക്കുന്നത്. എല്ലാവരും അവകാശപ്പെടുന്നത് ഞങ്ങൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. മുസ്ലിം സമൂഹത്തിലുള്ള എല്ലാ ആളുകളും വിഭാഗക്കാരും അവകാശപ്പെടുന്നൊരു വാദമാണ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അനുയായികളാണ്, റസൂലുള്ളാഹിനെ നന്നായി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. റസൂലുള്ളാഹിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് അള്ളാഹും റസൂലും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം ആലു ഇമ്രാൻ സൂറത്തിൽ അല്ലാഹ് പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. മനുഷ്യന്മാരെ, നിങ്ങളെല്ലാവരും അവകാശപ്പെടുന്നുണ്ട് ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങളൊക്കെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന്. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് യഥാർത്ഥ രൂപത്തിൽ നിങ്ങൾക്ക് ആ സ്ഥാനം നേടിയെടുക്കണമെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റ. റസൂല് പറയാണ്, എന്റെ മാതൃകയെ നിങ്ങൾ പിൻപറ്റണം. എന്നാൽ മാത്രമാണ് യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുക. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ വിശുദ്ധ ഖുർആന്റെ മുഫസ്സിർ എന്നറിയപ്പെടുന്ന ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, എന്താണ് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് എന്ന് പറഞ്ഞ ആയത്തിന്റെ ആശയം? അദ്ദേഹം പറയാണ്, ആദിഹിൽ ആയത്തുൽ കരീമ ഹക്കിമതൻ. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നതെന്താ?
അലാ കുല്ലി മൻ ഇദ്ദഅ മഹബ്ബത്തല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വാദിക്കുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അള്ളാഹിനെ ഇഷ്ടമാണ്, അള്ളാഹിനെ നന്നായി സ്നേഹിക്കുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം അള്ളാഹുവിനാണ് എന്ന് വാദിക്കുന്ന ആളുകൾ, വലൈസഹു അല ത്വരീഖത്തിൽ മുഹമ്മദിയ്യ, പക്ഷെ അവൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മാർഗത്തിലുമല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അവിടുത്തെ ജീവിത നടപടിക്രമത്തിലുമല്ല അവന്റെ ജീവിതം. എന്നിട്ട് അവൻ വാദിക്കുന്നുണ്ട് ഞാൻ അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ആളാണെന്ന്. അദ്ദേഹം പറയാണ് ഫഇൻഹു കാദിബുൻ ഫീ ദഅവാഹു ഫീ നഫ്സിൽ അംർ, അവൻ പറയുന്നത് പച്ചക്കള്ളമാണ്. റസൂലുള്ളാഹിന്റെ മാർഗമൊന്നും അവൻ അംഗീകരിക്കാതെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള ആ വാദം, ആ വാദിക്കുന്നവന്റെ ആ വാദം തന്നെ കളവാണെന്നാ പറയുന്നത്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഹത്തായ് യത്തബി അശ്ശർ അൽ മുഹമ്മദിയ്യ വദ്ദീൻ അന്നബവിയ്യ ഫീ ജമീഇ അഖ്വാലിഹി വഅഹ്വാലിഹി, എന്താകണവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനും അള്ളാഹു പഠിപ്പിച്ച ആ മതം, ആ മതത്തിലുള്ള കാര്യങ്ങളൊക്കെ അവൻ കൃത്യമായി സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുള്ള ദറജയിലേക്ക്, പദവിയിലേക്ക് ഒരാൾ എത്തുകയുള്ളൂ എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ മുഫസ്സിർ ഇബ്നു കസീർ റഹിമഹുല്ലാ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മാർഗത്തെ പിൻപറ്റുക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരുടെ വിഭാഗത്തിൽ നമ്മൾ പെടുകയുള്ളൂ. ഏതെങ്കിലും ഒരു മാസത്തിലോ ഒരു ദിവസത്തിലോ ഒരു നേരത്തോ പ്രത്യേകമായ ആഘോഷങ്ങൾ സംഘടിപ്പിച്ച് അങ്ങനൊരു ഒരു റസൂലുള്ളാഹിനോടുള്ള ഒരു ഇഷ്ടം, ഒരു സ്നേഹം റസൂല് പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് നമ്മുടെ ജനനം മുതൽ മരണം വരെ ആ റസൂൽ കൊണ്ടുവന്ന ദീനിനെ അംഗീകരിക്കുകയും യഥാർത്ഥ തൗഹീദിൽ ജീവിക്കുകയും ചെയ്തവർക്ക് മാത്രമാണ് റസൂലുള്ളാഹിന്റെ മാർഗം പിൻപറ്റിയവരെന്നുള്ള ഗണത്തിൽ ഉൾപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലുള്ളാഹിന്റെ ജന്മദിനമാണ്, നബിദിനമാണ്, അത് ആഘോഷമായി പ്രത്യേകമായി കാണുന്ന ആളുകളോട് അവർ വാദിക്കാറുണ്ട്. ചില വിഭാഗം ആളുകൾ നബിദിനം കഴിക്കാറില്ല, ആഘോഷിക്കാറില്ല, പ്രവാചകനോട് സ്നേഹമില്ല. കാരണം എന്താ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയുള്ള ഒരു ആഘോഷം, ഒരു ജന്മദിനം, ഒരു നബി സ്നേഹം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ നബിദിനം ആഘോഷിക്കാത്തത്? അന്നുണ്ടാക്കുന്ന ചീരണിയും മറ്റു മിഠായി പലഹാരങ്ങളൊന്നും എന്താ കഴിക്കാത്തത് എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി നമ്മൾ പഠിച്ചു വെക്കണം, തെളിവ് പറഞ്ഞു കൊടുക്കണം. കാരണം ഇസ്ലാം പഠിപ്പിക്കാത്ത അപകടം പിടിച്ച വാദവുമായി കൊണ്ടാണ് ഒരു സമൂഹത്തെ മൊത്തം തെറ്റിദ്ധരിപ്പിച്ച് അവരെല്ലാം ഷിർക്കിലേക്കും കുഫറിലേക്കും ബിദ്അത്തിലേക്കുമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഞാൻ എന്താണ് ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? അതിനെന്താണ് എന്റെ അടുത്ത് എന്താണ് തെളിവ്? നബിദിനത്തിനെതിരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നവർക്കുള്ള വാദങ്ങൾക്കെതിരെ എന്റെ അടുത്തുള്ള തെളിവുകൾ എന്താണ് നമ്മൾ പഠിച്ചു വെക്കണം. ഒന്നാമത്തെ തെളിവ്, ഞാൻ നബിദിനം ആഘോഷിക്കാത്തത് ഈ കാരണമാണ് എന്നുള്ളതിന് ഒന്നാമത്തെ തെളിവെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള ഒരു ആഘോഷം കൊണ്ടുവന്നിട്ടില്ല എന്നാണ്, പഠിപ്പിച്ചിട്ടില്ല എന്നാണ്. അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്നാണ്. അതിന് വിശുദ്ധ ഖുർആനിലെ അൽ ഹശ്ർ സൂറത്തിലെ 7-ാമത്തെ ആയത്ത് തന്നെയാണ് തെളിവ്. വമാ ആതാകുമുർ റസൂൽ ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു. റസൂൽ എന്തൊക്കെയാണോ കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയാണോ ദീനിൽ നിന്ന് ഒഴിവാക്കാൻ പറഞ്ഞത് അത് നമ്മൾ ഒഴിവാക്കുകയും ചെയ്യാം. റസൂൽ പഠിപ്പിക്കാത്ത കാര്യമാണല്ലോ. അവിടുത്തെ ജന്മദിനം അവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് പോലും ഒരു തവണ പോലും അവിടുന്ന് ആഘോഷിച്ചിട്ടില്ല. അവിടുന്ന് പ്രത്യേകമായി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടില്ല. ആഘോഷങ്ങളും
ഘോഷയാത്രകളും തോരണങ്ങളും അങ്ങനെ അലങ്കരിപ്പിച്ചൊരു പ്രത്യേകമായോ ഒരു സംവിധാനമോ സാഹചര്യമോ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിട്ടില്ല. അതാണ് ഒന്നാമത്തെ തെളിവ്. റസൂൽ കൊണ്ടുവന്നത് സ്വീകരിക്കാൻ പറഞ്ഞത്, റസൂല് ചെയ്യാത്തത് നിങ്ങൾ ചെയ്യണ്ട. രണ്ടാമത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച, റസൂലുള്ളാഹിനെ കാണുകയും വിശ്വസിക്കുകയും ആ മാർഗത്തിൽ മരണം വരെ നിലനിൽക്കുകയും ചെയ്ത സ്വഹാബത്ത്, അവർക്കറിയാത്ത കാര്യമാണിത്. അവരൊരിക്കലും റസൂലുള്ളാഹിന്റെ അടുത്ത് അങ്ങനെ പഠിച്ചിട്ടില്ല. കാരണം ദീന് നേരിട്ട് പഠിച്ചത് സ്വഹാബത്താണ്. സ്വഹാബത്താരും തന്നെ ഇങ്ങനെയുള്ളൊരു നബിദിനം അത് ജീവിച്ച് കാണിച്ചിട്ടുമില്ല, അങ്ങനെ ആഘോഷിച്ചു കാണിച്ചിട്ടുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. എനിക്ക് ശേഷം ഖുലഫാഉ റാഷിദീങ്ങളായ ആളുകളുടെ മതവും അവർ പറയുന്ന ദീനീ കാര്യങ്ങളും നിങ്ങൾ മുറുകെ പിടിക്കണം. തമസ്സകൂ ബിഹിമാ വഅല്ലു അലൈഹാ ബിന്നവാജിസ്, അത് അണപ്പല്ല് കൊണ്ട് കടിച്ച് മുറുക്കി പിടിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വളരെ ശക്തമായി ആ അള്ളാഹുവിന്റെ ദീനിനെ, എങ്ങനെ ഞാൻ കൊണ്ടുവന്ന ദീനിനെ മുറുകെ പിടിക്കേണ്ടതെന്ന് നമുക്ക് വളരെ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചു. അതുകൊണ്ട് സ്വഹാബിമാർ ആരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഇനി ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഒരു ആഘോഷമാക്കി മതത്തിൽ പുതുതായി കൊണ്ടുവന്നത്? അത് ഹിജറ 360 ശേഷമാണ്. ഹിജറ 360, 62, 63 വർഷം. ആ സമയത്താണ് ഈജിപ്തിലുള്ള ഷിയാ വിഭാഗത്തിൽപ്പെടുന്ന ഉഗ്രവാദികളായ ഫാത്തിമിയാക്കൾ, ആ പറയുന്ന ആളുകളുടെ നേതാവും അവിടുത്തെ രാജാവുമായ അൽ മുഇസ്സു ലിദീനില്ല എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യനാണ്, ഒരു രാജാവാണ് ഈ നബിദിനം ഈ മതത്തിൽ ആദ്യമായി പുതുതായി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഇസ്ലാമികമല്ല. കാരണം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ പോലും പ്രഗൽഭരായ, അതുപോലെ അഫ്ളലുന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണ് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഴിഞ്ഞാൽ സ്വഹാബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ പച്ചക്ക് ശപിക്കുന്ന, വെറുക്കുന്ന ആളുകളാണ് ഈ ഫാത്തിമിയാക്കളും ഈ ഷിയാക്കളും. അതുകൊണ്ട് തന്നെ അവരാണ് ഈ നബിദിനം ആദ്യമായി ഈ മുസ്ലിം സമൂഹത്തിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അതും തള്ളപ്പെടേണ്ടതാണ്. അവർ സ്വഹാബിമാരെ എതിർക്കുന്ന ആളുകളാണ്, വെറുക്കുന്ന ആളുകളാണ്, ലഅനത്ത് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരാണിത് കൊണ്ടുവന്നത്, അതും സ്വീകാര്യമല്ല. നാലാമതായി, ഒരു മുസ്ലിമിന് ഒരു ദിക്ർ പോലും, ഒരു തസ്ബീഹ് പോലും, തഹ്ലീൽ പോലും, ഒരു ദുആ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അതേ വരിയും അതേ ലഫ്ളും ആണ് ചൊല്ലേണ്ടത്. മറിച്ച് നമ്മളെ വക ഒന്നും തന്നെ ദീനിൽ ഒരു പുതിയ ദിക്റോ ഒരു ദുആവോ ഒന്നും തന്നെ പുതുതായി ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ നബിദിനമായി ഉണ്ടായി വരുന്ന എല്ലാ ദിക്റുകളും ദുആവുകളും, പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന, റസൂലുള്ളാഹിനോട് നേരിട്ട് പാപമോചനം തേടുന്ന വരികൾ പോലുമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ദിക്റുകളും ദുആവുകളുമാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആഘോഷവേളകളിൽ അവരുടെ വലിയ ദിക്റായി കൊണ്ടുവരും. അതുകൊണ്ട് അങ്ങനെ ഒരു ദിക്ർ, ദുആ റസൂല് പഠിപ്പിച്ചതേ നമുക്ക് ചെയ്യാൻ പാടൂ. ഒരാൾ ഒരിക്കൽ തുമ്മി പറഞ്ഞു അൽഹംദുലില്ലാ, ശേഷം ഹംദൻ കസീറൻ ത്വയ്യിബൻ എന്ന് പറഞ്ഞാൽ അത് തെറ്റാ, എന്ന് പറയാൻ പാടില്ല. കാരണം തുമ്മിയാൽ ഇത്രേ പറയാൻ പാടുള്ളൂ, അൽഹംദുലില്ലാ. അതിനുശേഷം വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, എല്ലാം നല്ലതാണ്, എല്ലാം നല്ല വാക്കാണ്. റസൂലുള്ളാഹിനെ പുകഴ്ത്തുകയാണ്, റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയാണ്. പക്ഷേ റസൂൽ പഠിപ്പിച്ചോട് നിൽക്കണം, അവിടെ അൽഹംദുലില്ലാ എന്ന് മാത്രം പറയാൻ പാടും. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദീന് പറഞ്ഞോടുത്ത് നിൽക്കണം, അതിര് കവിയാൻ പാടില്ല. പല ആളുകളും അതിര് കവിയാണ് ദീനിൽ. അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പിന്നീട്
ഈ ജന്മദിനാഘോഷം, നബിദിനാഘോഷം ബിദ്അത്താണ്, ദീനിൽ പുതുതായി ഉണ്ടാക്കിയതാണ് എന്ന് കൃത്യമായി തെളിവുള്ള കാര്യമാണ്. കാരണം റസൂലോ അതുപോലെ തന്നെ സ്വഹാബിമാരോ ഖൈറുന്നാസി ഖർനി എന്ന് പറഞ്ഞു. എന്റെ ഏറ്റവും നല്ല ഉത്തമമായ സമുദായം എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്ന സമുദായമാണ്, ഞാൻ ജീവനോടുണ്ടാകുന്ന എന്റെ കൂടെ ജീവിക്കുന്ന സ്വഹാബത്തിന്റെ സമുദായമാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, എനിക്ക് ശേഷം വരുന്ന ഖുലഫാഉർ റാഷിദീങ്ങളുടെയും താബിഈങ്ങളുടെയും തബഉ താബിഈങ്ങളുടെയും ആ നൂറ്റാണ്ടാണ് മനുഷ്യ സമൂഹത്തെ ഏറ്റവും ഉത്തമമായ സമൂഹം. അതുപോലെ ഉത്കൃഷ്ട എന്ന് പറഞ്ഞ ആ ശ്രേണിയിൽ നിൽക്കുന്ന ഒരു വിഭാഗവും ഇത്തരത്തിലുള്ള ഒരു ആഘോഷം നടത്തിയിട്ടില്ല. അതുകൊണ്ട് അതൊരിക്കലും ഇസ്ലാമികമല്ല, ബിദ്അത്താണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏഴാമതായിക്കൊണ്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് സ്വഹാബിമാരാണ്. സ്വഹാബിമാരുടെ ജീവിതത്തിൽ ഓരോ രംഗവും നമുക്ക് എടുത്ത് പരിശോധിച്ചു പോയാൽ എത്രമാത്രം അവർ റസൂലുള്ളാഹിനെ സ്നേഹിച്ചിരുന്നു കാണാൻ സാധിക്കും. ബദറിന്റെയും ഉഹുദിന്റെയും എല്ലാം രണാങ്കണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ വരുന്ന അക്രമങ്ങളെ സ്വന്തം ശരീരം കൊണ്ട് എതിർക്കുകയും 70ഓളം 80ഓളം വാളുകൊണ്ടുള്ള വെട്ടുകൾ സ്വന്തം ശരീരത്തിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്ത പല സ്വഹാബിമാൻ റസൂലുള്ളാഹിനെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് സ്നേഹിച്ചിട്ടുണ്ട്. ആ റസൂലുള്ളാഹിന്റെ മാർഗം, ആ റസൂലുള്ളാഹിനെ അങ്ങനെയായിരുന്നു അവർ സ്നേഹിച്ചിരുന്നത്. അതുകൊണ്ട് സ്വഹാബിമാരാണ് നമുക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത്. അവരൊന്നും തന്നെ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ, പ്രത്യേകമായി റബീഉൽ അവ്വൽ 12-ന് പ്രത്യേകമായ ഒരു മൗലൂദ്, അതുപോലെ തന്നെ ഒരു പ്രത്യേകമായ ചീരണി, മധുര പലഹാരങ്ങൾ, ഘോഷയാത്രകൾ, ആഘോഷങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്കും അത്തരത്തിലുള്ള ആ പ്രവൃത്തി ചെയ്യാൻ പാടില്ല. പിന്നീട് മറ്റു ഇതര മതസ്ഥരുമായിട്ടുള്ള ഒരു സാദൃശ്യം ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് പുലർച്ചെ സുബഹിക്ക് മുമ്പ് തന്നെ പള്ളികളിൽ നിന്ന് കാണാം മൗലീദിന്റെ പാരായണം. ഇത് എവിടുന്ന് വന്നു? ഇത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ജന്മമുണ്ടായത് അത് പുലർച്ചെയാണ് എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ പ്രത്യേകമായി പാതിരാരാവിൽ പ്രത്യേകമായിട്ടുള്ള ആഘോഷ പരിപാടികളും അവരുടേതായ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതിൽ നിന്ന് കോപ്പിയടിച്ചതാ. അതുപോലെ തന്നെ അവരുടെ ആഘോഷങ്ങൾ പ്രത്യേകമായി ക്രിസ്മസ് വരുന്നത് മുമ്പ് അവർ ഒരു വിളംബര ജാഥ സംഘടിപ്പിക്കും. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ റബീഉൽ അവ്വൽ കടങ്ങുന്നതിന് മുമ്പ് ഒരു നബിദിന റാലിയുടെ വിളംബര ജാഥ. അങ്ങനെ ഇതര സമൂഹത്തിന്റെയും കാഫിര്യങ്ങളുടെയുമായ അവരുടെ മതത്തിന്റെ ആയ ചര്യകൾ അത് ചാണിന് ചാണായും നിങ്ങൾ പിന്തുടരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ പ്രവചിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ആഘോഷവേളകളും രംഗങ്ങളിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അതും തന്നെ ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് നമ്മൾ പഠിക്കണം. 9ാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ്. അതൊരു സംശയമില്ല. പക്ഷേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച ജീവിതം എന്താ ചെയ്തിരുന്നത്? അന്ന് നോമ്പെടുക്കുക ചെയ്തിരുന്നത്. ജനിച്ച ദിവസം റസൂലുള്ളാഹിനോട് ചോദിച്ചു, എന്താ റസൂലെ, നിങ്ങൾ തിങ്കളാഴ്ചകൾ സുന്നത്തായ നോമ്പുകൾ എടുക്കാറുണ്ട്? പറഞ്ഞു റസൂൽ, ദാക യൗമുൻ ഉലിത്തു ഫീഹി, ആ തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ ജനിച്ചത്. വബുഇസ്തു ഫീഹി, അന്നാണ് എന്നെ നബിയായി നിയോഗിച്ചത്. അതുകൊണ്ട് ആ ശുക്ർ എന്ന നിലക്ക് ഞാൻ അത് സുന്നത്തായ നോമ്പെടുക്കുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ ദിവസം മുസ്ലിം സമൂഹം നോമ്പല്ല എടുക്കുന്നത്. അന്ന് പ്രത്യേകമായി ചീരണികൾ ഉണ്ടാക്കി, സദ്യകൾ ഉണ്ടാക്കി, വലിയ വലിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ആഘോഷമാണ് ഉണ്ടാക്കുന്നത്. അത് റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരാണ്. ഇനിയോ ഈ റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ട് അന്ന് പാടുന്ന ഗദ്യപദ്യ സമ്മിശ്രമായിട്ടുള്ള മൗലൂദുകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും റസൂലുള്ളാഹിനോടുള്ള നേരിട്ടുള്ള പ്രാർത്ഥനയാണ്. ഇർതകബ്തു അലൽ ഖതാ എന്ന് പറയുന്ന, റസൂലേ, ഞങ്ങൾ കുറ്റമെന്ന വാഹനമിൽ കയറി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവലാദികളും വേവലാദികളും ഞങ്ങളുടെ പാപങ്ങളൊക്കെ റസൂലെ നിങ്ങൾ പുറത്തു തരണമെന്ന് അള്ളാഹുവിനോട് പാപമോചനം തേടുന്നതിന് പകരം റസൂലുള്ളാഹിനോട് നേരിട്ട് ദുആ ചെയ്യുന്ന വരികൾ ഈ ഗദ്യപദ്യ സമ്മിശ്രമായ മൗലൂദ് കിതാബുകളെല്ലാം കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് ചൊല്ലുന്ന പാവപ്പെട്ട ആളുകൾ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം
റസൂലുള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ, റസൂലേ എന്റെ പാപങ്ങൾ പുറത്തു തരണേ, എനിക്ക് പിന്നെ രോഗശമനം നൽകണേ. അങ്ങനെയുള്ള ആവലാദികളും വേവലാദികളും റസൂലുള്ളാഹിനോട് ഇങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രമുള്ള ഗൗരവമുള്ള ശിർക്കിന്റെ വരികൾ പോലും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മങ്കൂസ് മൗലൂദ് പോലെയുള്ള മൗലൂദ് കിതാബിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ശിർക്കൻ വരികളാണ് അതിലുണ്ട്. ഇത്തരത്തിലുള്ള 10 കാര്യങ്ങൾ, ആ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. മറിച്ച് റസൂലുള്ളാഹിന്റെ മാർഗം പിൻപറ്റുകയാണ് വേണ്ടത്. റസൂലുള്ള പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. റസൂല് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും ഒഴിവാക്കാൻ നിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കുകയും ചെയ്യുന്നവരാണ് റസൂലുള്ളാഹിന്റെ മാർഗം പിൻപറ്റുന്നവരെന്നുള്ള ആ ശ്രേണിയിലേക്ക് എത്തുകയുള്ളെന്ന് തിരിച്ചറിയുകയും അങ്ങനെ അള്ളാഹുവിന്റെ റസൂലുള്ളാഹിനെ മാർഗത്തെ പിൻപറ്റി സ്നേഹിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീൽ മുസ്തഗ്ഫിരീൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. നമ്മളുടെ ജീവിതത്തിലേക്ക് സുന്നത്തിന് പകരം ബിദ്അത്തുകൾ കടന്നു വന്നാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, അതിലൊന്നാമത്തത് നമ്മൾ വലിയൊരു വിഡ്ഢിത്തത്തിലും വഴികേടിലുമാണ് ചെന്നു ചാടുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അപകടം. ഒരു ബിദ്അത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർഗം തന്നെ തെറ്റിപ്പോവുകയും നമ്മൾ വളരെ വലിയൊരു വിഡ്ഢിത്തത്തിലേക്ക് ചെന്നു ചാടുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും. ഈ ഒരു ബിദ്അത്തുകാരൻ ബിദ്അത്ത് ചെയ്യുമ്പോൾ അവൻ ഒന്നെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിക്കേണ്ടി വരും, അള്ളാഹുവിന്റെ മേലിൽ അവൻ കള്ളം പറയേണ്ടി വരും, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കള്ളം പറയേണ്ടി വരും. അതിനെന്താ കാരണം? ഇന്ന് കാണുന്ന ഈ റബീഉൽ അവ്വൽ മാസത്തിൽ കാണുന്ന നബിദിനാഘോഷത്തിന് തെളിവുണ്ട്, അത് ഖുർആനിൽ നിന്ന് തെളിവുണ്ട്, ഹദീസിൽ നിന്ന് തെളിവുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്, വാദിക്കുന്നവരുണ്ട്. പക്ഷേ ആ ഖുർആൻ നേരിട്ട് കേട്ട ആൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഖുർആൻ ഇറങ്ങിയത്. എന്നിട്ട് ആ റസൂൽ ഇത്രയും കാലം അവിടെ ജീവിച്ചിട്ട് ആ ഖുർആനിൽ നിന്ന് ഈ ആയത്ത് വന്നിട്ട് റസൂൽ ഒരു ആഘോഷം ഉണ്ടാക്കിയില്ല. ഇത് നേരിട്ട് റസൂലുള്ളാഹിനെ പഠിച്ച സ്വഹാബത്ത് ഇന്ന് ആയത്ത് കൊണ്ട് നബിദിനം കഴിക്കാനുള്ള തെളിവുണ്ട് എന്ന് അറിഞ്ഞ് അവരാരും അവരുടെ ഭരണകാലത്ത് അത്തരത്തിലുള്ള ആഘോഷം സംഘടിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ ബിദ്അത്ത് നടത്തുന്ന ആളുകൾ അള്ളാന്റെ പേരിലോ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ പേരിലോ കള്ളം കെട്ടിച്ചമച്ച് പറഞ്ഞാതല്ലാതെ അവർക്ക് ഈ കാര്യം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന്. അതുകൊണ്ട് അതും അപകടം പിടിച്ച കാര്യം. കാരണം അള്ളാന്റെയും റസൂലുള്ളാഹിന്റെ മേലും കള്ളം കെട്ടിച്ചമച്ച് കളവ് പറയുക എന്നുള്ളത് വളരെ വലിയ ഗുരുതരമായ തെറ്റാണ്. അതുകൊണ്ട് ബിദ്അത്ത് ഉണ്ടാക്കുന്ന അപകടങ്ങൾ അതാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു അമലും അള്ളാഹ് സ്വീകരിക്കൂല. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ ബിദ്അത്തുകൾ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മൾ ചെയ്യുന്ന നല്ല നല്ല സൽക്കർമ്മങ്ങൾ, സ്വതക്കകൾ, സകാത്തുകൾ, ഹജ്ജ്, ഉംറ, ഈ പറയുന്ന നല്ല ശ്രേഷ്ഠമായ സൽക്കർമ്മങ്ങളെല്ലാം തന്നെ ബാത്തിലായി പോകുമെന്നാണ്. അതാണ് വളരെ ഗൗരവമുള്ള കാര്യം. എല്ലാ അമലും ഇല്ലാതെയായി മാറും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ സയ്യിഅതൻ. ഒരാൾ ഇസ്ലാമിൽ ഒരു തെറ്റായ കാര്യം നടപ്പിലാക്കിയാൽ, ഒരു നിഷിദ്ധമായ അള്ളാഹും റസൂലും നിഷിദ്ധമാക്കിയ ഒരു കാര്യം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഫഉമില ബിഹാ ബഅദഹു കുതിബ അലൈഹി മിസ്ലു വിസ്രി മൻ അമില ബിഹാ വലാ യൻഖുസു മിൻ ഔസാരിൻ ഷൈ. അവൻക്ക് ശേഷം, അവന്റെ മരണത്തിന് ശേഷം പിന്നെ ആളുകളെല്ലാം ആ തെറ്റിങ്ങനെ ആവർത്തിച്ച് ചെയ്യുകയാണെങ്കിൽ ഖിയാമത്ത് നാൾ വരെ എത്ര കോടി ജനങ്ങൾ ആ തെറ്റ് ചെയ്യുന്നുണ്ടോ ആ തെറ്റിനുള്ള ശിക്ഷ അവർക്ക് ഒട്ടും കുറയാതെ, ഇത് ആദ്യം ആരാണോ ഈ തെറ്റ് ജനങ്ങളുടെ ഇടയിൽ പഠിപ്പിച്ചത് അവർക്ക് കിട്ടുന്ന വളരെ ഗൗരവമുള്ള കാര്യം. അത് ഇതുമാത്രമല്ല, നമ്മളൊക്കെ ശ്രദ്ധിക്കണം.
നമ്മൾ മാതാപിതാക്കളാണ്, മക്കളെ നോക്കുകയാണ്. നമ്മളെ ഭാഗത്തു നിന്നൊരു തെറ്റ് മക്കൾ പഠിക്കുകയും അങ്ങനെ അത് ചെയ്യുകയും ചെയ്താൽ അതിനിങ്ങനെ ചങ്ങലയായി എത്ര ആളുകൾ ചെയ്യുന്നുണ്ടോ ആ തെറ്റ് ആദ്യം ആരാണോ സമൂഹത്തിൽ നടപ്പാക്കിയത് അവനക്ക് അത്രയും ആളുകൾ ചെയ്യുന്ന തെറ്റിന്റെ ഒരു ഓഹരി ഇവനക്കും ലഭിച്ചുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയമാണ്. സംസാരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ മൊബൈലുകളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അതിന്റെ സത്യാവസ്ഥ അറിയാതെ മനസ്സിലാക്കാതെ അത് പിന്നെ അന്വേഷണമില്ലാതെ വല്ലതും നമ്മൾ അത് ഫോർവേഡ് ചെയ്താൽ അത് സമൂഹത്തിന് പരിക്കുണ്ടാക്കി അത് ആരെങ്കിലും അത് കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത നഗ്നമായ ചിത്രങ്ങളാണെങ്കിൽ, ഒരു അന്യസ്ത്രീയുടെ ഫോട്ടോ ആണെങ്കിൽ, ഒരു അന്യസ്ത്രീയുടെ സംസാരമാണെങ്കിൽ, ഒരു അന്യസ്ത്രീയുടെ വീഡിയോ ക്ലിപ്പാണെങ്കിൽ, നഗ്നത കാണിച്ചതാണെങ്കിൽ അത് നമ്മൾ നല്ലതാണെന്ന് കരുതി അത് കുടുംബത്തിലും മറ്റു ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആദ്യമായി ഫോർവേഡ് ചെയ്ത നമ്മൾ എന്ന നിലക്ക് അത് ആരിലേക്കെല്ലാം അത് ഷെയർ ചെയ്യുന്നുണ്ടോ അതിന്റെയൊക്കെ തെറ്റിന്റെ ഒരു വിഹിതം നമുക്ക് ലഭിക്കും എന്ന് റസൂലുള്ളാഹി അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാതെ ഈ മതത്തിൽ ആരെങ്കിലും പുതുതായി വല്ലതും ദീനിൽ നമുക്ക് ശേഷം കൂട്ടിക്കലർത്തിയാൽ, ദീനിൽ കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിസുകൾ പറഞ്ഞു മർദൂദുൻ എന്നാണ്, അവൻ ചെയ്ത അമലുകളെല്ലാം തള്ളപ്പെടുമെന്നാണ്. റസൂൽ പറഞ്ഞു മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഇനി നമ്മുടെ കൽപ്പനയില്ലാത്ത ആരെങ്കിലും നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരു പ്രവൃത്തി ജനങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതും തള്ളപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് പിശാചിന് ഏറ്റവും ഇഷ്ടം, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം മനുഷ്യനെ കൊണ്ട് ബിദ്അത്ത് ചെയ്യിക്കുന്നതാണ്. അൽ ബിദ്അത്തു അഹബ്ബു ഇല ശൈത്താനി മിനൽ മഅസിയ. ഒരാൾ തിന്മ ചെയ്യുന്നതിനേക്കാൾ, പാപം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടം പിശാചിന് ഒരാൾ ബിദ്അത്ത് ചെയ്യുന്നതാണ്. കാരണം എന്താണ്? ബിദ്അത്ത് ചെയ്യുന്നവൻ ഫഇന്നൽ മഅസിയത യുതാബു മിന്നു. ആരെങ്കിലും തെറ്റ് ചെയ്യുന്നവനാണെങ്കിൽ അവൻക്ക് ആ തെറ്റ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ തൗബ ചെയ്യും. കാരണം വൽ ബിദ്അത്തോ, ബിദ്അത്ത് ചെയ്യുന്നവനോ ലാ യുതാബു മിന്നു, അവൻ ഒരിക്കലും ആ ബിദ്അത്തിൽ നിന്ന് തൗബ ചെയ്യൂല. കാരണം അവൻ നല്ലതാണ് ചെയ്യുന്നത്. ദിക്റല്ലേ, പ്രത്യേകമായി സ്വലാത്തല്ലേ ചെല്ലുന്നത്, നല്ല നല്ല സ്വതക്കല്ലേ കൊടുക്കുന്നത്, ആളുകൾക്ക് ചീരുണ്ടായി കൊടുക്കല്ലേ, മിഠായി ഉണ്ടായി കൊടുക്കല്ലേ, പായസം കൊടുക്കല്ലേ, ഇതൊക്കെ ജനങ്ങൾക്ക് ഉപകാരമുള്ളതല്ലേ. അതുകൊണ്ട് അവൻ നല്ലതല്ലേ കരുതി അതിൽ നിന്നൊരിക്കലും പാപമോചനം ചെയ്യൂല. അതുകൊണ്ട് ഗൗരവപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ബിദ്അത്തും ശിർക്കും ഖുറാഫാത്തും എല്ലാം മനസ്സിലാക്കി ദീനിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. അങ്ങനെ സിറാത്തുൽ മുസ്തഖീമിൽ ജീവിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ അങ്ങേയറ്റം ദീനിനെ കുറിച്ച് പഠിക്കണം, അറിയണം. ഏതെങ്കിലും വാറോലകളോ ടെക്സ്റ്റ് മെസ്സേജോ എന്തെങ്കിലും പോസ്റ്റർ കാണുമ്പോൾ അതിൽ നമ്മൾ നേരാണ്ട് അന്ധമായി വിശ്വസിക്കാതെ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി നമ്മൾ അതിനോട് പഠിക്കുകയും അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ അത് നന്നായി നല്ല രൂപത്തിൽ ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അൽ ഗഫൂറും അഫ്ഫാറും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്ക് പുറത്തു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا